വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. അങ്കത്തട്ടിൽ ആരൊക്കെയെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുന്നു. ഇന്നലെയാണ് 16 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ 20 സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികളായി. എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇതിനോടകം തന്നെ ഇടതുമുന്നണി പ്രചാരണ രംഗത്ത് സജീവമാണ്. 12 മണ്ഡലങ്ങളിലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഒരു പൊതുചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 12 സീറ്റുകളിൽ ഇതിനോടകം തന്നെ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BDJS സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വിവിധ മണ്ഡലങ്ങളിലെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ശശി തരൂർ തന്നെയാണ് മത്സരിക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അടൂർ പ്രകാശാണ് സ്ഥാനാർത്ഥിയാകുന്നത്. മാവേലിക്കരയിൽ സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ് തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. പത്തനംതിട്ടയിലും സിറ്റിംഗ് MP ആന്റോ ആന്റണിയാണ് സ്ഥാനാർത്ഥിയാകുന്നത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തുന്നു എന്നുള്ള വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് MP സിറ്റിംഗ് MP തന്നെയാണ് അവിടെയും സ്ഥാനാർത്ഥിയാകുന്നത്. എറണാകുളത്തേക്ക് എത്തുമ്പോഴും സിറ്റിംഗ് MP തന്നെയാണ്. ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയാകുന്നു. ചാലക്കുടിയിൽ ബെന്നി ബെഹ്റാൻ സ്ഥാനാർത്ഥിയാകുന്നു. ആലത്തൂരിൽ രമ്യ ഹരിദാസാണ് സ്ഥാനാർത്ഥിയാകുന്നത്. തൃശൂരിൽ K മുരളീധരൻ എത്തുന്നു. അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായി തന്നെ ഈ സാഹചര്യത്തിൽ കാണേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പാലക്കാട് VK ശ്രീകണ്ഠനാണ് സ്ഥാനാർത്ഥിയാകുന്നത്. വയനാട് രാഹുൽ ഗാന്ധി, കണ്ണൂരിൽ K സുധാകരൻ, കോഴിക്കോട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിങ്ങനെയാണ് UDF ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക. കിരൺ ബാബു പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ഇനി പ്രചാരണം കൊഴുക്കുന്ന വേളയാണ്. എങ്ങനെ നോക്കിക്കാണണം കഴിഞ്ഞ ദിവസത്തെ UDF സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നൊരു പശ്ചാത്തലത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം? ആര്യ, കേരളത്തിന്റെ സ്ഥാനാർത്ഥി ചിത്രം ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും പൂർണ്ണമായി കഴിഞ്ഞു. 20 സ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ LDFും UDFും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം പൂർണ്ണമാകാനുള്ളത് NDA മുന്നണിയിലാണ്. NDAയിലും BJP പ്രധാനമായി മത്സരിക്കുന്ന അല്ലെങ്കിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിലെ എല്ലാം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BDJSന് നൽകിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. ഇനി എന്നത്തോടുകൂടി തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി കേരളത്തിലെ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ BJP പ്രധാന സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി ആ മണ്ഡലങ്ങളിലെയും മത്സരചിത്രം പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. ഇനി മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത്. സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായും ഉത്തരമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും കോൺഗ്രസ് ആണ് അവസാനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇന്നലെയായിരുന്നു. വലിയ നാടകീയമായ നീക്കങ്ങളാണ് ഇന്നലെയും മെനഞ്ഞാന്നുമായി നടന്നത്. 2 ദിവസങ്ങളുമായി നടന്ന നീക്കങ്ങൾക്കൊടുവിലാണ് തൃശ്ശൂരേക്ക് സിറ്റിംഗ് MP ആയി പരിഗണിച്ചിരുന്ന പ്രചരണം ആരംഭിച്ച TN പ്രതാപിന് പകരം K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പകരം വടകരയിലേക്ക് യുവ നേതാവ് ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത് KC വേണുഗോപാലിനെ പോലെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും സംഘടനാ ചുമതല ഉണ്ടായിരിക്കുന്ന നേതാവ് കഴിഞ്ഞ തവണയടക്കം ഈ തെരഞ്ഞെടുപ്പ് ചുമതലകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് മാറി നിന്ന KC വേണുഗോപാൽ ഇത്തവണ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുന്നു. KPCC അധ്യക്ഷനും K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലും അനിശ്ചിതത്വമുണ്ടായിരുന്നു. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിലൊക്കെ അനിശ്ചിതത്വമുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കോൺഗ്രസ് എത്തിച്ചേരുന്നു. വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നതിലും
അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിലും അവസാനമായ തീരുമാനമാവുന്നു. എന്തായാലും കേരളത്തിന്റെ ഈ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇടത് വലത് മുന്നണികൾക്ക് എന്നത് ഏറെക്കുറെ അല്ല പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. ഇനി പ്രചരണത്തിന്റെ നാളുകളിലേക്കാവും ഏതെല്ലാം വിഷയങ്ങളാവും പ്രധാനമായും ഉന്നയിക്കുക എന്നതടക്കമുള്ള ഇത് വരുന്നുണ്ട്. സ്വാഭാവികമായും പത്മജ വേണുഗോപാലിന്റെ BJP-യിലേക്കുള്ള പ്രവേശനമടക്കം ഇടതുമുന്നണി വലിയ ആയുധമാക്കി തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് തൃശ്ശൂരിൽ തന്നെ BJP-ക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ വരുന്നത്. വടകരയെ പോലെയല്ല, തൃശ്ശൂരിലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. സുരേഷ് ഗോപിയും VS സുനിൽകുമാറും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അവിടേക്കാണ് LDF-ഉം UDF-ഉം NDA-യും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് തന്നെ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വരുന്നത്. പത്മജ സൃഷ്ടിച്ച വലിയ ആഘാതത്തിൽ നിന്ന് കരകയറുക എന്നുള്ള ലക്ഷ്യത്തിലും അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ യുവജന സംഘടനകളും KSUവും യൂത്ത് കോൺഗ്രസും അതോടൊപ്പം മഹിളാ കോൺഗ്രസ് നടത്തുന്ന നിരാഹാരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതടക്കമുള്ള വിഷയങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാവും. എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ സജീവമാകുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്.